പരിശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം നൽകാൻ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം നൽകാൻ അനുഗ്രഹം നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷേളി. ഞാൻ എറണാകുളം കലൂരിൽ നിന്ന് വരുന്നു. ഇൻഫൻറ്റ് ജീസസ് ഇടവക അംഗമാണ് ഞങ്ങൾ. ഇതെൻ്റെ ഹസ്ബൻഡ് മാക്സിലിൻ, ഇതെൻ്റെ മോൻ അലൻ. എൻ്റെ ഹസ്ബൻഡിന് കൃപാസനത്തെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ആൻറ്റി പറഞ്ഞിട്ടാണ്. ആൻറ്റിയാണ് ഞങ്ങൾക്ക് കൃപാസന പത്രമൊക്കെ തന്നത്. എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു 6 മാസത്തിന് ശേഷം ഒരു ജോലി ലഭിച്ചു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടമായി. അത് കഴിഞ്ഞ് ആ ജോലി നഷ്ടമായി. അത് കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടി കഴിഞ്ഞ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്കിപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ ഒരു സ്ഥലത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു, ഉപ്പ് കൊടുത്തു, കൃപാസന പത്രം ബാഗിൽ വെച്ച് കൊടുത്തു. ഇൻ്റർവ്യൂവിന് പോയി, അവിടെ സെലക്ഷനായി. അങ്ങനെ ആ ജോലിയിൽ കയറാൻ സാധിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൻ പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ച് പഠിപ്പ് കുറഞ്ഞു വന്നു, ഫോൺ നോക്കലായി കൂടുതൽ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ, ഫസ്റ്റ് മോഡൽ സെക്കൻഡ് മോഡൽ. ഫസ്റ്റ് മോഡലിൽ മാർക്ക് കുറവാണ്, സെക്കൻഡ് മോഡലിൽ. പക്ഷേ പഠിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സമയം ഫോണായതുകൊണ്ട് എനിക്കൊരു ടെൻഷനായി. ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ അടുത്ത ഇനി SSLC എക്സാമിന് എന്തായിരിക്കും മാർക്ക് കുറഞ്ഞാണ് വരണത്. അപ്പോൾ ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഡിസംബർ 7-ാം തീയതി വന്നു. കുറച്ച് പേന കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയെ ഒത്തിച്ചു. പരിശുദ്ധ അമ്മയുടെ എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിന് ഒരു 80% മാർക്കെങ്കിലും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹോൾ ടിക്കറ്റും കൊണ്ട് അച്ഛനെല്ലാം ഇവിടെ ബെഞ്ചിരിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹോൾ ടിക്കറ്റ് കയ്യിൽ തന്നയക്കൂല, അവിടെ തിരിച്ച് വാങ്ങിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ദൈവമേ എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്ന് ഉടമ്പടി തൈലവുമായിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് അവിടെ ചെന്ന് അവർ ഹോൾ ടിക്കറ്റ് നോക്കാൻ തന്നെ സമയത്ത് ആരും കാണാതെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം അതിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ കൊച്ചു എക്സാമിന് പോകുമ്പോൾ മാതാവിനും ഒത്തിച്ച പേനയാണ് ഞാൻ കൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതിയിരുന്നത്. അതുകൂടാണ്ട് ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു, നെറ്റിയിൽ പുരട്ടി കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് വായിലിട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയോട് ഞാൻ 80% മാർക്ക് കൊച്ചിന് മേടിച്ചില്ല, 82% മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നെ എനിക്ക് എൻ്റെ യൂട്രസിന് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഒരു 7.3 mm മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാശുരൂപം തന്നു. പിന്നെ ഞാൻ ഉപ്പ് കഴിച്ചു, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1 വർഷത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ 3.3 mm ചുരുങ്ങി. ഇനി സർജറി വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഈശോയെ നന്ദി, മാതാവേ നന്ദി. അപ്പോൾ പിന്നെ ഉള്ളത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ വരാൻ ഇച്ചിരി വണ്ടി യാത്ര ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മ ഏത് നേരവും ഉടമ്പടി ധ്യാനം കൂടും, സാക്ഷ്യം കേൾക്കും, പിന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടും. അമ്മക്ക് ഭയങ്കര വിശ്വാസം. അമ്മയ്ക്ക് ഏത് നേരം ശ്വാസം മുട്ടലാണ്. വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ICUയിൽ അഡ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെള്ളിയാഴ്ച വെളുപ്പിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയും ICUയിൽ ബെഡ് ഒഴിവില്ല, നിങ്ങൾ എവിടെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പം ഞാൻ പറയും ഡോക്ടറെ ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥയൊന്നും അല്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ICUയിൽ ബെഡ് റെഡിയാക്കി തന്നെ. അപ്പോൾ ഡോക്ടർ അന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ എഴുതി സൈൻ ചെയ്തതാ, എന്നാൽ ബെഡ് ഒഴിയുമ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറയും. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് മമ്മീനെ ICUയിൽ കയറ്റിയിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. മാതാവേ മമ്മീനെ ഞാൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കണേ, അപ്പോൾ ബെഡ് ICUയിൽ റെഡിയാണത് വരെ ഒന്നും സംഭവിക്കാതെ അമ്മ തന്നെ കാത്തോളണേ. അങ്ങനെ രാത്രി വെളുപ്പിന് 5 മണിക്ക് ICUയിൽ അവിടെ കൊണ്ടുപോയിട്ടാണ് രാത്രി ഒരു 9-10 മണിയാകുമ്പോഴാണ് ICUയിൽ ബെഡ് റെഡിയാണത്. അപ്പോൾ ആ സമയം വരെ പരിശുദ്ധ അമ്മ മമ്മിയെ കാത്തു സൂക്ഷിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. അത് കഴിയുമ്പോൾ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ 1 മാസം 1.5 മാസത്തോളം ഏത് നേരം യൂറിനറി ഇൻഫെക്ഷനാണ്. ഉടമ്പടി തൈലം പുരട്ടും ഉപ്പ് വയ്ക്കും, പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കിട്ടി, കാലിൽ നീര് മാറിക്കിട്ടി. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി മമ്മി ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റാകാതെ ഇങ്ങനെ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളായി നടന്നു പോകുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം കൊടുക്കാറുണ്ട്.
മാതാവിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു കൃപാസന ഉടമ്പടിയുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ സാമ്പത്തിക സഹായം നൽകി എല്ലാവരെയും അമ്മമാരെ ചെന്ന് ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്ക് ഡെയിലി ഇതുവഴി എനിക്ക് ഡെയിലി കുർബാന കൂടാനുള്ള അനുഗ്രഹം കിട്ടി, കുമ്പസാരിക്കാനുള്ള അനുഗ്രഹം കിട്ടി, അരമണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ഇനിയും എൻ്റെ ജീവിതത്തിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലും കൊച്ചിൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിന് മുഴുവൻ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളും കേട്ട് എല്ലാവർക്കും പങ്കു ചെയ്യാറുണ്ട്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23, 2-ാം വചനം. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് ജലാശയത്തേക്ക് നയിക്കുന്നത് പോലെയാണ് ഇന്ന് ദൈവം തൻ്റെ മക്കളെ, അതായത് ഉടമ്പടി മക്കളെ, പച്ചപ്പുള്ള ഒരു ആത്മീയതയിലേക്കും സുരക്ഷിതയിലേക്കും നമ്മെ നയിക്കുന്നത്. കൃപാസനം നമ്മുടെ ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഒരു ഉറവിടമാണ്. പച്ചപ്പുള്ള ഒരു ഉറവിടമാണ് കൃപാസനം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം നാം ഓരോരുത്തരും വരേണ്ട സമയത്ത് ജീവിതത്തിൻ്റെ ദുഃഖകരമായ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഒരല്പം ആശ്വാസം തേടി പോകുമ്പോൾ ഒരുപക്ഷെ ഒരു കൃപാസനം പത്രമായിരിക്കാം നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ ആ പത്രമായിരിക്കാം നമ്മെ പലരെയും ഈ സന്നിധിയിലേക്ക് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നത്, പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു എന്നറിയാം. ഈ ആലയം, ഈ സന്നിധി നമുക്ക് പലർക്കും വിശ്രമമേകുന്ന ഒരു വലിയ സ്ഥലമാണ്. നമ്മുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ഈ അമ്മയുടെ അരികിൽ ഈ അമ്മ നമ്മുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രശാന്തമായ ജലാശയത്തിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ വന്ന് അനുഗ്രഹം ലഭിച്ച ആ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ വിശ്രമവും അനുഭവിച്ചറിഞ്ഞ മക്കളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷേർലി എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഹസ്ബൻഡിന് ജോലിയില്ലാതെ ഇരുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചത്. ടെമ്പററി ആയിട്ടൊരു ജോലി കിട്ടി. പിന്നീട് അഖണ്ഡ ജപമാല റാലിയിലും ഡിസംബർ 7-ാം തീയതിയും ഇവിടെ വന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1.5 വർഷം കിട്ടാതിരുന്ന ജോലിയാണ് ഇന്ന് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. 1.5 വർഷം കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് പെട്ടെന്ന് തന്നെ ഈശോയും അമ്മയെ ഇടപെടുകയാണ് ഇവരുടെ ജീവിതത്തിൽ. സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യവും, മോൻ പഠിത്തത്തിൽ അല്പം ബാക്കായിരുന്നു. കാരണം നമുക്കറിയാം ഇന്ന് കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അങ്ങനെയുള്ള സമയത്ത് അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് അമ്മ വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. മകന് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഹോൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ ഹോൾ ടിക്കറ്റ് വേണം. സ്കൂളിൽ നിന്ന് ഹോൾ ടിക്കറ്റ് കിട്ടാതായ സമയത്ത് ഈ അമ്മ തന്നെ സ്കൂളിൽ ചെന്ന് ഹോൾ ടിക്കറ്റ് മേടിച്ച് അവിടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കിൽ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുകയും ഈ മകന് നല്ലൊരു റിസൾട്ട് നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. ഇവിടെയും ഉടമ്പടി വസ്തുക്കൾ നമ്മൾ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകന് നല്ല റിസൾട്ട് നൽകിയെന്നാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന ബ്ലീഡിങ്, യൂട്രസിലുണ്ടായിരുന്ന മുഴയുടെ കാര്യമാണ്. അത് സർജറിയാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. വേറൊരു നിവൃത്തിയുമില്ലാത്തപ്പോൾ വീണ്ടും സർജറിക്ക് പോകാൻ ആഗ്രഹമില്ല. വീണ്ടും ഉടമ്പടി വസ്തുക്കൾ തന്നെയാണ്. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ചുരുങ്ങുകയും പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ സൈത്ത് നൽകുകയും വിശ്വാസത്തോടെ ഈ മകൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ മുഴ സർജറി കൂടാതെ തന്നെ
അത് മാറിപ്പോവുകയാണ് ചെയ്തത്. അച്ഛൻ്റെ പ്രാർത്ഥന വഴി നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് സൈത്ത് പൂശി ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിൽ കൂടുതൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ജീവിതവും ആ ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള ആസ്തിയിൽ നിന്നാണ് നമുക്കുള്ള ലഭിക്കുന്ന അനുഗ്രഹവും. 40 വർഷമല്ല 60-65 വർഷമുള്ള ഒരു ആത്മീയ ജീവിതമാണ്. ചെറുപ്പകാലം തൊട്ടേ അമ്മയോട് ചേർന്ന് നിന്നും വിശ്വാസ പ്രമാണത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് ചെറുപ്പകാലം തൊട്ടേ ഉള്ള. അച്ഛൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ടേ ഉള്ള എവിടെ പോയാലും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അച്ഛൻ പോകാറുള്ളത്. ആ ആസ്തിയാണ് ആത്മീയ ആസ്തി. ആ ആസ്തിയിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ കൂടുതൽ ചേർന്ന് നിന്ന് ആ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഈശോയുടെ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ അരികിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടി ജീവിതത്തിലൂടെ യാത്ര ചെയ്യാം. ഷേർലിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.